കാസർഗോഡ് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ 2 പേരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരുന്നതായി പോലീസ്. ക്രൈംബ്രാഞ്ചിനെ ഉൾപ്പെടുത്തി വിപുലീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രതികളെ കണ്ടെത്താനായി പോലീസ് മേധാവി കർണാടക പോലീസിന്റെയും സഹായം തേടിയിട്ടുണ്ട്. മരണപ്പെട്ട കൃപേഷ് നൽകിയ വധഭീഷണി പരാതിയിൽ കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് ഇൻഫർമേഷൻ സെന്റർ ഡെപ്യൂട്ടി ഡയറക്ടർ വി.പി. പ്രമോദ് കുമാർ പറഞ്ഞു. കേസിൽ ഇതുവരെ 2 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ ഉൾപ്പെട്ടു എന്ന് കരുതുന്ന 2 മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി, അഡീഷണൽ ജില്ലാ പോലീസ് സൂപ്രണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവർ സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം പ്രദീപ് കുമാർ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായി പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. അതിൽ കാസർഗോഡ് DCRB ഡിവൈഎസ്പി ജെയ്സൺ കെ അബ്രഹാം, സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് ഡിവൈഎസ്പി കെ ഹരീഷ് ചന്ദ്ര നായിക്, ആദൂർ ഇൻസ്പെക്ടർ മാത്യു MA, ബേക്കൽ ഇൻസ്പെക്ടർ വിശ്വംഭരൻ PK, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി രഞ്ജിത്ത്, ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ റഹീം എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് കർണാടക പോലീസിന്റെ സഹായം അഭ്യർത്ഥിച്ച് അവരുമായി സംസ്ഥാന പോലീസ് മേധാവി ബന്ധപ്പെട്ടിട്ടുണ്ട്. കേസ് അന്വേഷണത്തിനും പ്രതികളെ പിടിക്കുന്നതിനുമായി എല്ലാ സഹായവും കർണാടക പോലീസ് ഉറപ്പു നൽകിയിട്ടുണ്ട്. സണ്ണി ജോസഫ് ചേരുകയാണ് വിവരങ്ങളുമായി. സണ്ണി, ഇപ്പോൾ കാസർഗോഡ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? പ്രിയ, പോലീസ് ഔദ്യോഗികമായി തന്നെ 2 പേരെ കസ്റ്റഡിയിലെടുത്തായിട്ട് തിരുവനന്തപുരത്ത് പോലീസ് ഇൻഫർമേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രമോദ് കുമാറാണ് മാധ്യമങ്ങളെ അറിയിച്ചത്. ഈ 2 പേരുടെ പേര് വിവരങ്ങളോ മറ്റ് അവരുടെ രാഷ്ട്രീയമായ ബന്ധങ്ങളോ ഒന്നും തന്നെ പോലീസ് ഡിസ്ക്ലോസ് പുറത്തു പറഞ്ഞിട്ടില്ല. അവർ പോലീസ് കസ്റ്റഡിയിലാണെന്ന് മാത്രമാണ്. ഇവരുടെ എത്രമാത്രമാണ് ഈ കൊലപാതകത്തിൽ ഇവരുടെ പങ്കാളിത്തം എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. ഇവർ സഞ്ചരിച്ചതായി കരുതപ്പെടുന്ന 2 ബൈക്കുകളും കസ്റ്റഡിയിലെടുത്തതായിട്ടാണ് നമുക്ക് ഔദ്യോഗികമായി ഇപ്പോൾ ലഭിച്ചിട്ടിരിക്കുന്ന വിവരങ്ങൾ. നാളെയോടുകൂടി ഇതിനെ സംബന്ധിച്ചുള്ള, കാരണം 2 ദിവസത്തിൽ കൂടുതൽ ഒരാളെ 24 മണിക്കൂറിൽ കൂടുതൽ പോലീസ് കസ്റ്റഡിയിൽ വെക്കുക പ്രയാസമാണ്. അതുകൊണ്ട് ഒന്നുകിൽ ഇവർ പ്രതികളുടെ കുറ്റകൃത്യം സംബന്ധിച്ചുള്ള അവരുടെ ഇൻവോൾവ്മെന്റ്, അവരുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് വൈകാതെ തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു പ്രതികൾ കേരളം ഈ ജില്ല വിട്ട് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, കർണാടക പോലീസിന്റെ സേവനം സാധാരണഗതിയിൽ കാസർഗോഡ് ജില്ലയിലെ കുറ്റകൃത്യങ്ങൾ നടത്തി കർണാടകയിലേക്കും അവിടെ നിന്നുള്ളവർ ഇങ്ങോട്ട് വരുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ അത് തടയുന്നതിനാവശ്യമായ കർണാടക പോലീസിന്റെ സഹായവും കേരള പോലീസ് തേടിയിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മൃതദേഹം വഹിച്ചിട്ടുള്ള വിലാപയാത്ര കാഞ്ഞങ്ങാട് നഗരത്തിലെത്തിയിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് നിന്നും ഇനി പെരിയയിലാണ്, അടുത്ത പെരിയ ഇന്ദിരാഭവന് സമീപം ഒരുക്കിയിരിക്കുന്ന പ്രത്യേക പന്തലില് അന്ത്യോപചാരം അർപ്പിക്കാൻ അവസരമുണ്ട്. തുടർന്ന് കല്യോട്ടെ അവരുടെ സ്വദേശമായ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും. വീടുകളിലെത്തിച്ച് വീട്ടിലെ അന്ത്യോപചാര ചടങ്ങുകൾക്ക് ശേഷം, കർമ്മങ്ങൾക്ക് ശേഷം ഒരു സ്ഥലത്ത് 2 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാനാണ് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്, ബന്ധുക്കളുടെ അനുമതിയോടുകൂടി. അത് ഏതാണ്ട് വൈകിട്ടോടുകൂടി നടക്കും. ജില്ലയില് ഹർത്താൽ, ഈ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുള്ള ഹർത്താൽ പൂർണ്ണമായിരുന്നു. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. കൊല നടന്ന ജില്ല കൂടിയ പ്രദേശമായിട്ടും ഒന്നും കാര്യമായി ഉണ്ടായിട്ടില്ല. പെരിയയില് CPMന്റെ ചില ഒറ്റപ്പെട്ട സ്ഥാപനങ്ങള്, ദിനേശ് BD തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായി വിവരമുണ്ട്. എന്നാൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളോ സംഭവങ്ങളോ ഒന്നും തന്നെ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഊർജിതമായ അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. സ്വതന്ത്രമായി നല്ല നിലയിൽ പോലീസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പ്രതികളെ പിടികൂടുന്നതിനുള്ള അതിലേക്ക് എത്തുന്നതിന് സാധിച്ചത്. CPM ഈ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ കൊലപാതകത്തിൽ പാർട്ടിക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, അങ്ങേയറ്റം അപലപനീയമാണെന്ന് CPMന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്ററും പിന്നീട് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലും ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ CPM പ്രവർത്തകരോ പാർട്ടി അംഗങ്ങളോ പങ്കാളികളായിട്ടുണ്ട് അവരെ സംരക്ഷിക്കില്ലെന്നും ഒരു തരത്തിലുള്ള നിയമസഹായവും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഈ പ്രദേശത്തെ കല്യോട്ട് പ്രദേശത്ത് CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ പല പ്രാവശ്യങ്ങളിലായി സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് ഉണ്ടായ രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന നിലയിൽ കോൺഗ്രസ് പ്രചരിപ്പിച്ചതോടെ, ആരോപണം ഉന്നയിച്ചതോടുകൂടിയാണ് CPM ഇത് തള്ളിപ്പറഞ്ഞത്. CPMന് ഈ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല, ഇതിനെ അംഗീകരിക്കില്ല, ജനങ്ങൾ അംഗീകരിക്കില്ല.
പാർട്ടി അംഗീകരിക്കുന്നില്ല. ഒരു തരത്തിലുള്ള സംരക്ഷണവും ഈ കൊലപാതകികൾക്ക് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുകയില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിയ, കാസർഗോഡ് കൊലപാതകത്തിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. ക്രൈംബ്രാഞ്ചിനെ ഉൾപ്പെടുത്തി വിപുലീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. പ്രതികളെ കണ്ടെത്താനായി പോലീസ് മേധാവി കർണാടക പോലീസിന്റെയും സഹായം തേടിയിരിക്കുകയാണ്. വിവരങ്ങളാണ് സണ്ണി ജോസഫ് നൽകിയത്. കാസർഗോഡ് സംഭവത്തിൽ അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടി പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഉണ്ടെങ്കിൽ അത്തരക്കാർക്ക് പാർട്ടി യാതൊരു സംരക്ഷണവും നൽകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടത് അത്യന്തം അപലപനീയവും പ്രതിഷേധാർഹവുമാണ്. സംഭവിക്കാൻ പാടില്ലാത്തതാണ് നടന്നത്. അക്രമരാഷ്ട്രീയം സിപിഐഎം പ്രോത്സാഹിപ്പിക്കില്ല. സംഭവത്തിന് പിന്നിൽ സിപിഎം പ്രവർത്തകർ ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അത്തരക്കാർക്ക് പാർട്ടി സംരക്ഷണം നൽകില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ഇതിനകത്ത് സിപിഎമ്മിൻ്റെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാൻ ആവശ്യമായ നടപടികൾ സിപിഎമ്മിൻ്റെ ഭാഗത്ത് തന്നെ സ്വീകരിക്കും. പ്രതികളിൽ ആരെങ്കിലും സിപിഎമ്മുകാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ യാതൊരുവിധ സഹായവും അത്തരക്കാർക്ക് നൽകുന്നതായിരിക്കും. സിപിഎമ്മിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്താൻ ആരെയും അനുവദിക്കില്ല. അതിൻ്റെ പേരിൽ പ്രസ്ഥാനമാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരിക. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആരെങ്കിലും ചെയ്യുന്ന സംഭവങ്ങളൊന്നും പാർട്ടി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഈ സംഭവത്തിൻ്റെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കണം. പോലീസ് ശക്തമായ നടപടി അവിടെ സ്വീകരിക്കണം. പാർട്ടിയുടെയും സർക്കാരിന്റെയും നയത്തിന് വിരുദ്ധമാണ് സംഭവിച്ചത്. ചെയ്തവരാരായാലും രാഷ്ട്രീയ ബോധമില്ലാത്തവരാണെന്നും കോടിയേരി പറഞ്ഞു. പാർട്ടി പ്രവർത്തകർ ഉണ്ടെങ്കിൽ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാസർഗോഡ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ LDF സംഘടിപ്പിക്കുന്ന ഇന്നത്തെ പ്രചരണ ജാഥകൾ മാറ്റിവെച്ചതായും അദ്ദേഹം പറഞ്ഞു. ഇന്ന് നിശ്ചയിച്ച പരിപാടി നാളത്തേക്ക് മാറ്റുന്നില്ല. ഇന്ന് നിശ്ചയിച്ച പരിപാടികൾ 8 മണ്ഡലങ്ങളിലെ പരിപാടികൾ എന്ത് ചെയ്യണമെന്ന് പിന്നീട് LDF ആലോചിക്കുന്നതാണ്. ഈ മറ്റ് ദിവസങ്ങളിൽ നാളെ മുതലുള്ളത് നേരത്തെ നിശ്ചയിച്ചതുപോലെ നടക്കുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത മിന്നൽ ഹർത്താൽ കോടതി അലക്ഷ്യ നടപടിയും ക്രിമിനൽ കുറ്റവുമാണെന്ന് ഹൈക്കോടതി. ഹർത്താലിന് ആഹ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസിനും UDFന്റെ കാസർഗോഡ് ജില്ലാ ചെയർമാനും കൺവീനർക്കും കോടതി അലക്ഷ്യ നോട്ടീസ് അയച്ചു. മിന്നൽ ഹർത്താൽ നീതീകരിക്കാനാകില്ലെന്ന് പറഞ്ഞ കോടതി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും നൽകി. മുൻകൂർ അഴിമതിയും 7 ദിവസം മുൻപ് നോട്ടീസും നൽകാതെ ഹർത്താൽ പ്രഖ്യാപിക്കരുതെന്ന ഇടക്കാല ഉത്തരവ് ലംഘിച്ചതിനെ തുടർന്നാണ് മിന്നൽ ഹർത്താലിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് നടപടി ആരംഭിച്ചത്. മിന്നൽ പണിമുടക്ക് കോടതിയലക്ഷ്യവും ക്രിമിനൽ കുറ്റവുമാണെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായി ബെഞ്ച് വിലയിരുത്തി. മിന്നൽ ഹർത്താൽ എങ്ങനെ നടത്താനാവും? ആരാണ് ആഹ്വാനം ചെയ്തതെന്നും ഹൈക്കോടതി ചോദിച്ചു. ഹർത്താൽ നിയമവിരുദ്ധവും നീതീകരിക്കാനാവാത്തതുമാണ്. ഹർത്താലിന്റെ പേരിൽ സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കരുത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുകയോ പൊതുഗതാഗതം നിർത്തിവെക്കുകയോ ചെയ്യരുതെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് ഫേസ്ബുക്കിലൂടെ ഹർത്താലിന് ആഹ്വാനം ചെയ്ത തെളിവുകൾ സർക്കാർ ഹാജരാക്കി. തുടർന്ന് ഡീൻ കുര്യാക്കോസ് UDFന്റെ കാസർഗോഡ് ജില്ലാ ചെയർമാൻ MK കമറുദ്ദീൻ, കൺവീനർ A ഗോവിന്ദൻ നായർ എന്നിവർക്ക് കോടതിയലക്ഷ്യ നോട്ടീസ് അയച്ചു. വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് പോലീസ് മുഖേന നോട്ടീസ് അയച്ചത്. കേരളത്തിൽ 1 ലക്ഷം ICSE വിദ്യാർത്ഥികളെ ഹർത്താൽ ബാധിച്ചതായും 10ാം ക്ലാസ് പരീക്ഷ മാറ്റിവെക്കേണ്ടി വന്നതായും സർക്കാർ കോടതിയെ അറിയിച്ചു. സ്വകാര്യ ബസ് സർവീസിനെയും ബാധിച്ചിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ അക്രമവും നാശനഷ്ടങ്ങളും ഉണ്ടായതായും നഷ്ടപരിഹാരം വിലയിരുത്തണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. തുടർന്ന് അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ ശേഖരിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. മിന്നൽ ഹർത്താലുകൾ മാധ്യമങ്ങൾ വാർത്തയാക്കരുതെന്നും കോടതി പറഞ്ഞു. വെള്ളിയാഴ്ചക്കകം സർക്കാർ സത്യവാങ്മൂലം നൽകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കാസർഗോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഹർത്താലിൽ വ്യാപക അക്രമം. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. മാധ്യമപ്രവർത്തകർക്ക് നേരെയും പോലീസിനു നേരെയും പ്രവർത്തകർ കല്ലെറിഞ്ഞു. ശാസ്താംകോട്ടയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ഹർത്താൽ അനുകൂലികൾ മർദ്ദിച്ചു. അടൂർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ അഖിലിനാണ് മർദ്ദനമേറ്റത്. തെക്കൻ കേരളത്തിൽ കടകൾ അടപ്പിക്കുകയും വ്യാപകമായി വഴിതടയുകയും ചെയ്തു. കൊച്ചി നഗരത്തിൽ സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി വാഹനങ്ങളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. സ്വകാര്യ ബസിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്തു. 6ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. കുമ്പളങ്ങി, പള്ളുരുത്തി, തോപ്പുംപടി തുടങ്ങിയ പശ്ചിമ കൊച്ചിയിലും കോതമംഗലം, പെരുമ്പാവൂർ മേഖലകളിലും സമരക്കാർ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ടു. യൂത്ത് കോൺഗ്രസ് അക്രമം അഴിച്ചുവിട്ടതോടെ ഉച്ചവരെ ഉണ്ടായിരുന്ന സർവീസുകൾ സ്വകാര്യ ബസ്സുകൾ നിർത്തിവെച്ചു. തുറന്നുകിടന്ന
കടകമ്പോളങ്ങളും അടപ്പിച്ചു. മെട്രോ നിർമ്മാണത്തിന്റെ ജോലികളും നിർത്തിവെപ്പിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചില്ല. ഇതിനിടെ കോട്ടയം നഗരത്തിൽ കടകൾ അടപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബേക്കർ ജംഗ്ഷനിൽ സംഘർഷമുണ്ടായി. 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടകത്ത് ഹർത്താൽ അനുകൂലികൾ ബൈക്ക് ഷോറൂമിന്റെ ചില്ലുകൾ തകർത്തു. വടക്കൻ കേരളത്തിലും ഹർത്താൽ പുരോഗമിക്കുന്നു. മലപ്പുറത്ത് ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞു. ജില്ലയിൽ സർവീസ് നടത്തുകയായിരുന്ന സ്വകാര്യ ബസിന്റെ ഡ്രൈവറെ മർദ്ദിച്ചു. DD ഓഫീസിലെ ജീവനക്കാരെ ഹർത്താൽ അനുകൂലികൾ പൂട്ടിയിട്ടു. പയ്യോളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. അക്രമത്തിന് ആഹ്വാനം ചെയ്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ. കാസർഗോഡ് കൊലപാതകത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് സുധാകരൻ പറഞ്ഞു. കൊലപാതകത്തോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതേണ്ടെന്നാണ് സുധാകരന്റെ വെല്ലുവിളി. കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് തിരിച്ചടിക്കാൻ ആഹ്വാനം നൽകി കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ ഫേസ്ബുക്കിൽ വീഡിയോ സന്ദേശം പോസ്റ്റ് ചെയ്തത്. അതിവൈകാരികമായ പ്രതിഷേധമുണ്ടാകണമെന്ന് സുധാകരൻ പറഞ്ഞു. കൊലപാതകത്തിന് CPIMകാർ കനത്ത വില നൽകേണ്ടിവരും. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏതു രീതിയിൽ പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പ്രവർത്തകരെ പാർട്ടി സംരക്ഷിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. കൊലപാതകത്തിനെതിരെ അതിശക്തിമത്തായി നമ്മൾ പ്രതികരിക്കണം. പ്രവർത്തകർക്ക് എങ്ങനെയൊക്കെ പ്രതികരിക്കാൻ സാധിക്കുമോ ആ പ്രവർത്തകന്മാരുടെ വികാരം പാർട്ടി മാനിക്കുന്നു, പാർട്ടി ഉൾക്കൊള്ളുന്നു. ജില്ലകളിൽ അതിശക്തിമത്തായ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കണം. തീവ്ര വികാരം ഒറ്റി നിൽക്കുന്ന പ്രകടനങ്ങൾക്ക് സാക്ഷിത്വം വഹിക്കാൻ ഓരോ നഗരത്തിനും സാധിക്കണം. ഉണ്ടാക്കി വെച്ച ഈ കൊലപാതകം അത് 2 കൊലപാതകം കൊണ്ട് അവിടെ അതങ്ങ് തീരുവാണ്, അവസാനിക്കുവാണ് എന്ന് CPM കരുതണ്ട. തിരിച്ചടി ഉണ്ടാകും. പാർട്ടി കനത്ത വില CPM നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും വേണ്ട. അണികളെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതാണ് സുധാകരന്റെ പ്രസ്താവന. കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ആളിക്കത്തിച്ച് സംഘർഷമുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് സുധാകരന്റെ വാക്കുകളിൽ വ്യക്തം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പുൽവാമ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന ജെയ്ഷെ-ഇ-മുഹമ്മദ് കമാൻഡർ ഗാസി റാഷിദിനെ സൈന്യം വെടിവെച്ചു കൊന്നു. പുൽവാമ ജില്ലയിൽ തീവ്രവാദികളുടെ ഒളിത്താവളത്തിൽ നടന്ന വെടിവെപ്പിൽ ഒരു മേജറടക്കം 4 സൈനികർ വീരമൃത്യു വരിച്ചു. കൂടുതൽ തീവ്രവാദികൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം ഇന്ത്യയിലെ ഹൈക്കമ്മീഷണറെ പാകിസ്ഥാൻ മടക്കി വിളിച്ചു. 40 CRPF ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിന്റെ സൂത്രധാരനെന്ന് കരുതപ്പെടുന്ന ജെയ്ഷെ-മുഹമ്മദ് കമാൻഡർ ഗാസി റാഷിദിയെയും കൂട്ടാളിയെയുമാണ് സൈന്യം വധിച്ചത്. അർദ്ധരാത്രിയോടെ തീവ്രവാദികൾ ഒളിച്ചിരുന്ന പുൽവാമയിലെ രഹസ്യ കേന്ദ്രം രാഷ്ട്രീയ റൈഫിൾസിന്റെ 55ാം ബറ്റാലിയനിലെ സൈനികർ വളഞ്ഞു. തീവ്രവാദികൾ സൈന്യത്തിന് നേരെ നിറയൊഴിച്ചു. സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിൽ ഖാസി റാഷിദ് അടക്കം 2 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ധനായ ഖാസിയാണ് സ്ഫോടനത്തിനായി ബോംബ് നിർമ്മിച്ചതെന്ന് നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു. വെടിവെപ്പ് നടന്ന സ്ഥലത്ത് കൂട്ടമായി എത്തിയ പ്രദേശവാസികളെ സൈന്യം പിരിച്ചുവിടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. आप नौजवानों से मोहब्बाना गुजारिश करता हूं कि आपकी जान जो है हमारे लिए निहायत ही कीमती है. आप नौजवान हैं, आपकी जिंदगी है आगे. आप मेहरबानी करके वापस चले जाइए. തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു മേജർ അടക്കം 4 സൈനികർ വീരമൃത്യു വരിച്ചു. ഒരു പ്രദേശവാസിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. സ്ഫോടനത്തിനായി ചാവേർ അദിൽ അഹമ്മദിന് സഹായം ചെയ്തു കൊടുത്ത മറ്റു തീവ്രവാദികൾക്ക് വേണ്ടി ഷോപ്പിയാനിലെ ക്രവോര മേഖലയിലും സൈന്യം തിരച്ചിൽ നടത്തി. സൈന്യവും തീവ്രവാദികളും ഏറ്റുമുട്ടൽ നടത്തുന്നതിനിടെ പൂഞ്ച് സെക്ടറിൽ പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ച് വെടിവെപ്പ് നടത്തി. ദില്ലിയിൽ അടിയന്തര യോഗം ചേർന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിതിഗതികൾ വിശകലനം ചെയ്തു. കരസേനാ മേധാവി കാശ്മീരിലെ സംഭവവികാസങ്ങൾ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ ധരിപ്പിച്ചു. അതേസമയം ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സൊഹാലി മുഹമ്മദിനെ പാകിസ്ഥാൻ മടക്കി വിളിച്ചു. പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് ഡോക്ടർ മുഹമ്മദ് ഫൈസൽ ഇത് സ്ഥിരീകരിച്ച് ട്വീറ്റ് ചെയ്തു. ഹൈക്കമ്മീഷണർ പുലർച്ചെ തന്നെ പാകിസ്ഥാനിലേക്ക് വിമാനം കയറി. സ്ഫോടനത്തെ തുടർന്ന് പാക് ഹൈക്കമ്മീഷണറെ ഇന്ത്യ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ നടപടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കുൽഭൂഷൺ ജാദവ് കേസിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വാദം തുടങ്ങി. കുൽഭൂഷൺ ജാദവിനെതിരെ പാക് സൈനിക കോടതി വിധിച്ച വധശിക്ഷ റദ്ദാക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. കുൽഭൂഷൺ ജാദവിന് കോൺസുലർ ബന്ധം പാകിസ്ഥാൻ നിഷേധിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇന്ത്യ വാദിക്കും. പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാക് ബന്ധം വഷളായതിനിടെയാണ് കുൽഭൂഷൺ ജാദവ് കേസിൽ വാദം ആരംഭിച്ചത്.
കേരള കോൺഗ്രസിലെ തർക്കം തീർക്കാൻ ലീഗിന്റെ ഇടപെടൽ. കെ.എം. മാണി, പി.ജെ. ജോസഫ് എന്നിവരുമായി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും എം.കെ. മുനീറും കൂടിക്കാഴ്ച നടത്തി. ലീഗ് 3ാം സീറ്റ് അവകാശവാദത്തിൽ നിന്നും പിന്മാറിയതിന് പിന്നാലെയാണ് പി.ജെ. ജോസഫിനെ മെരുക്കാൻ ലീഗ് നേതാക്കൾ കളത്തിലിറങ്ങിയത്. പാർട്ടി പിളർന്നാലും യു.ഡി.എഫിനൊപ്പം ഉണ്ടാകുമെന്ന് ജോസഫ് കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ലോക്സഭാ സീറ്റ് വിഭജനത്തിനുള്ള ഉഭയകക്ഷി ചർച്ച മാറ്റിവെച്ച പശ്ചാത്തലത്തിലാണ് ലീഗ് കേരള കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. 3ാം സീറ്റ് വാദത്തിൽ നിന്നും ലീഗ് പിന്മാറിയതോടെ സീറ്റ് ആവശ്യത്തിൽ ഉറച്ചുനിൽക്കുന്ന പി.ജെ. ജോസഫിനെ അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്നത്തെ കൂടിക്കാഴ്ച നടന്നത്. മുസ്ലിം ലീഗ് നേതാക്കളായ പി.കെ. കുഞ്ഞാലിക്കുട്ടി, എം.കെ. മുനീർ എന്നിവർ ആദ്യം കെ.എം. മാണിയെയും ജോസ് കെ മാണിയെയും കണ്ട് കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. തുടർന്ന് ഇരുവരും പി.ജെ. ജോസഫുമായി കൂടിക്കാഴ്ച നടത്തി. മാണിയും ജോസഫുമായുള്ള കൂടിക്കാഴ്ചയിലെ ചർച്ചാ വിഷയം രാഷ്ട്രീയം തന്നെയായിരുന്നുവെന്ന് പിന്നീട് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പിന്നെ ചക്കയുടെയും മാങ്ങയുടെയും കാര്യമല്ലല്ലോ പറയാ, ഞങ്ങൾ രാഷ്ട്രീയം തന്നെയല്ലേ പറയാ. അതുകൊണ്ട് രാഷ്ട്രീയം വല്ലതും കടന്നു വന്നോ എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാത്രമായിരുന്നു എന്നുള്ളതാണ് സത്യം. കോട്ടയം ലോക്സഭാ സീറ്റ് വിട്ടുനൽകാനാവില്ലെന്ന് കെ.എം. മാണിയും ജോസ് കെ മാണിയും വ്യക്തമാക്കിയതായാണ് സൂചന. ജോസ് കെ മാണി പാർട്ടി ചെയർമാൻ സ്ഥാനത്ത് എത്തുന്നതാണ് പി.ജെ. ജോസഫിനെ അലട്ടുന്നത്. ലോക്സഭാ സീറ്റും തന്നോടൊപ്പമുള്ള നേതാക്കൾക്ക് പരിഗണനയും നൽകിയാൽ ഒത്തുതീർപ്പിന് തയ്യാറാണെന്നാണ് പി.ജെ. ജോസഫ് കുഞ്ഞാലിക്കുട്ടിയെ അറിയിച്ചത്. ഇല്ലെങ്കിൽ പാർട്ടി പിളർപ്പിലേക്ക് പോകുമെന്ന സൂചനയും ജോസഫ് നൽകുന്നു. എന്തായാലും പാർട്ടി പിളർന്നാലും താൻ യു.ഡി.എഫിനൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പും പി.ജെ. ജോസഫ് ലീഗ് നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോട്ടയം ലോക്സഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം. യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന കമ്മിറ്റിയുടെ നിവേദനം കേരള കോൺഗ്രസ് എം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. ജോസ് കെ മാണി യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോഴാണ് കോട്ടയം സീറ്റിൽ മത്സരിച്ചത്. 2 തവണ എംപിയായ ജോസ് കെ മാണി രാജ്യസഭാംഗമായ സാഹചര്യത്തിൽ യൂത്ത് ഫ്രണ്ടിന് കോട്ടയം സീറ്റിൽ അവകാശമുണ്ടെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പലിന്റെ വാദം. സീറ്റ് ലഭിച്ചാൽ സജി മഞ്ഞക്കടമ്പലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് 14 ജില്ലാ ഭാരവാഹികൾ ഒപ്പിട്ട കത്ത് കേരള കോൺഗ്രസ് എം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. ജോസ് കെ മാണി അദ്ദേഹം യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മത്സരിച്ച സീറ്റാണ്. അപ്പോൾ അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയപ്പോൾ ഇപ്പോൾ മാണി സാറോ അല്ലെ പി.ഒ. സാർ ആരും മത്സരിക്കുന്നില്ല, തീർച്ചയായിട്ടും അത് യൂത്ത് ഫ്രണ്ടിന് അർഹതപ്പെട്ടതായതുകൊണ്ട് യൂത്ത് ഫ്രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തന്നില്ല, സത്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ തരാം. അപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മഞ്ഞക്കടമ്പൽ എന്ന വ്യക്തിക്ക് സീറ്റ് കിട്ടിയാൽ മത്സരിക്കുന്നതിന് യാതൊരു ആഗ്രഹക്കുറവുമില്ല. കേരള കോൺഗ്രസിന് അർഹമായ 2ാം സീറ്റും നേടിയെടുക്കണമെന്ന പി.ജെ. ജോസഫിന്റെ അഭിപ്രായത്തോട് യൂത്ത് ഫ്രണ്ട് എമ്മിന് യോജിപ്പാണുള്ളത്. കേരള കോൺഗ്രസിന് 2ാമത് സീറ്റ് കൂടെ വേണമെന്നുള്ള ആവശ്യമുണ്ട്. തീർച്ചയായും 2ാമത് സീറ്റ് ലഭിക്കുകയും വേണം. അതിനുള്ള യോഗ്യതയും കേരള കോൺഗ്രസിനുണ്ട്. കോട്ടയം സീറ്റിൽ ജോസഫ് വിഭാഗവും മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതിന് പിന്നാലെ യൂത്ത് ഫ്രണ്ട് എം സീറ്റ് ആവശ്യപ്പെട്ട് പാർട്ടിക്ക് നൽകിയ കത്ത് വലിയ പ്രതിസന്ധിയും തർക്കവുമാണ് കേരള കോൺഗ്രസിനുള്ളിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ടി.പി. പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാരിന് താക്കിയതായി ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ദില്ലി ചലോ പാർലമെന്റ് മാർച്ച്. പൊതുവിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവുമാക്കുക, വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന മാർച്ചിൽ ആയിരങ്ങൾ അണിനിരന്നു. അടിസ്ഥാന മൂല്യങ്ങൾ അട്ടിമറിച്ച് വിദ്യാഭ്യാസ മേഖലയെ ദുർബലമാക്കിയ കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരായ ശക്തമായ വിദ്യാർത്ഥി മുന്നേറ്റമായി മാർച്ച് മാറി. കർഷകർ, തൊഴിലാളികൾ, യുവാക്കൾ, ദളിത്, ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവർക്ക് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന് താക്കീതുമായി രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹവും സമരവുമായി ദില്ലിയിലെത്തിയത്. SFI, ASF തുടങ്ങി 5 ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ദില്ലി ചലോ പാർലമെന്റ് മാർച്ച്. പൊതുവിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവുമാക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക, കുടിശ്ശികയായ സ്കോളർഷിപ്പുകൾ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങി 8ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. എല്ലാ ജനവിഭാഗങ്ങളും കൈവിട്ട കേന്ദ്ര സർക്കാരിനെ പുറത്താക്കാനുള്ള വിദ്യാർത്ഥികളുടെ തയ്യാറെടുപ്പാണ് മാർച്ചെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു പറഞ്ഞു. നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ മേഖലയിലെ തലതിരിഞ്ഞ നയങ്ങൾക്കെതിരായി, അവരുടെ വർഗീയവൽക്കരണത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ് ഇവിടെ രാജ്യ തലസ്ഥാനത്ത് ഇപ്പോൾ ഉയരുന്നത്. 8 ഡിമാൻഡുകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പാർലമെന്റിലേക്ക് ഇന്ന് മാർച്ച് നടത്തുന്നത്. പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷമായിരുന്നു പൊതുസമ്മേളനം. ചരിത്രകാരി റൊമീല താപ്പർ, സംഗീതജ്ഞൻ TM കൃഷ്ണ തുടങ്ങി സാമൂഹ്യ രംഗത്തെ പ്രമുഖർ മാർച്ചിന് പിന്തുണയറിയിച്ചു. ദില്ലി രാംലീല മൈതാനി മുതൽ ജന്തർ മന്ദർ വരെ നീണ്ട മാർച്ചിൽ 10,000-ഓളം വിദ്യാർത്ഥികളാണ് അണിനിരന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസ് JMM സഖ്യവും BJPയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് ജാർഖണ്ഡിൽ നടക്കുന്നത്. 14-ൽ 12 സീറ്റും സ്വന്തമാക്കിയ
കഴിഞ്ഞ തവണത്തെ പ്രകടനം ഇത്തവണ ആവർത്തിക്കാൻ ബിജെപിക്ക് സാധിക്കില്ല. കടുത്ത തോൽവി ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ബിജെപി. ജാർഖണ്ഡ് മുക്തി മോർച്ചയുമായി സഖ്യമുണ്ടാക്കിയതിന്റെ നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. രാഷ്ട്രീയ അസ്ഥിരതയുടെ ഭാഗമായി ഞൊടിയിടയിൽ താഴെ വീഴുന്ന സർക്കാരുകളാണ് 2014 വരെയുള്ള ജാർഖണ്ഡിന്റെ രാഷ്ട്രീയ ചിത്രത്തിന്റെ പ്രത്യേകത. സംസ്ഥാനം രൂപീകരിച്ച 2000 മുതൽ 2014 വരെ മാത്രം ജാർഖണ്ഡിന് 9 മുഖ്യമന്ത്രിമാരുണ്ടായി. ജാർഖണ്ഡിന്റെ രാഷ്ട്രീയ അസ്ഥിരത വ്യക്തമാകാൻ ഈ കണക്ക് മാത്രം മതി. ആദ്യമായി 5 വർഷം സർക്കാരിനെ താഴെ വീഴാതെ നിർത്തിയത് വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസത്തിലാണ് രഘുബർ ദാസിന്റെ നേതൃത്വത്തിൽ ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14ൽ 12 സീറ്റും സ്വന്തമാക്കിയ ബിജെപി തൊട്ടു പിന്നാലെ ആ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ച് സർക്കാരുണ്ടാക്കി. എന്നാൽ ഇത്തവണ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ 2 ഭരണവിരുദ്ധ വികാരങ്ങളുടെയും കാഠിന്യം ബിജെപി നേരിടുന്നു. സംസ്ഥാന സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ, ഖനി ലൈസൻസ് അനുവദിച്ചതിലെ ക്രമക്കേട്, ആശുപത്രികളിലെ കൂടിയ ശിശുമരണ നിരക്ക്, ആദിവാസി ഭൂനിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾ തുടങ്ങിയവ ബിജെപിക്ക് പ്രതികൂലമായി നിൽക്കുന്നു. 2015 ശേഷം നടന്ന 7 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 6ഉം ബിജെപി തോറ്റത് മാറിയ സാഹചര്യത്തിന്റെ സൂചനയാണ്. അഭിപ്രായ സർവേകൾ ബിജെപിക്ക് 6 സീറ്റുകളിൽ കൂടുതൽ പ്രവചിക്കുന്നില്ല. രഘുബർ ദാസിനെ മുഖ്യമന്ത്രിയാക്കിയത് വഴി ഏകീകരിക്കപ്പെട്ട മുസ്ലിം ആദിവാസി ഇതര വോട്ടുകളിലാണ് ബിജെപിയുടെ പ്രതീക്ഷ. കോൺഗ്രസ്, JMM, ജാർഖണ്ഡ് വികാസ് മോർച്ച, RJD എന്നീ പാർട്ടികൾ സഖ്യമായി മത്സരിക്കുന്നു. എന്നാൽ കൂടുതൽ സീറ്റ് ആവശ്യത്തിൽ ബാബുലാൽ മറാണ്ടിയുടെ JVM ഇപ്പോഴും ഉടക്കിലാണ്. സാന്താൾ പർഗാന പോലുള്ള ആദിവാസി മേഖലകളിലെ JMM സ്വാധീനം, ക്രിസ്ത്യൻ, ദളിത്, മുസ്ലിം വിഭാഗങ്ങൾ കോൺഗ്രസിന് നൽകുന്ന പിന്തുണ, നഗരമേഖലയിൽ കോൺഗ്രസിനുള്ള മേൽക്കൈ എന്നിവയാണ് സഖ്യത്തിന്റെ വിജയപ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ. രാജ്മഹൽ, ദുംക, സിംഗ്ഭൂം, ഗൊദ്ദ എന്നീ സീറ്റുകളിൽ UPA വിജയമുറപ്പിക്കുന്നു. പലാമു, ജംഷേദ്പൂർ, ലോഹർദഗ, ഛത്ര സീറ്റുകൾ UPA അനുകൂലവുമാണ്. മറുവശത്ത് ധൻബാദ് മാത്രമാണ് ബിജെപി വിജയമുറപ്പിക്കുന്ന മണ്ഡലം. റാഞ്ചിയും അനുകൂലമായേക്കാം. കുന്തി, ഗിരിദ്, ഹസാരിബാഗ്, കൊദർമ എന്നീ 4 സീറ്റുകളിൽ ശക്തമായ മത്സരമുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചു നടക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. തെരഞ്ഞെടുപ്പ് ഒന്നിച്ചു നടന്നില്ലെങ്കിൽ ഈ വർഷാവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം പാർട്ടികൾക്ക് നിർണായകമാണ്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി.